എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ടതുപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ട് വളരാൻ സഹായിക്കുന്ന എണ്ണ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു എണ്ണയെക്കുറിച്ച്. ഈ ഒരു എണ്ണ ആക്ച്വലി ഒരുപാട് കാലം മുമ്പ് തന്നെ ഒരുപാട് പേര് ഉണ്ടാക്കി പരീക്ഷിച്ച് വിജയിച്ച ഒരു എണ്ണയാണിത്. ഇത് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഒരു കായ്ക്ക് കൃത്യമായിട്ട് എന്ത് പേരാണ് പറയുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഇതിനെ പീർക്കങ്ക എന്ന് പറയും. റിഡ്ജ് ഗൗഡ് എന്നാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷിൽ പറയുന്നത് റിഡ്ജ് ഗൗഡ് എന്ന് പറയും. ഇത് തന്നെ പല രീതിയിലുള്ള റിഡ്ജ് ഗൗഡ്സ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തുവാണെന്നുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചി തേക്കാറുണ്ട്. അത് നമ്മുടെ മുടി നല്ല കറുപ്പായിട്ട് വളരാൻ സഹായിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് നരച്ച മുടിയൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. ഒരുപാട് പേർക്കുള്ള പ്രോബ്ലം ആണല്ലോ ചെറിയ വയസ്സിൽ തന്നെ പെട്ടെന്ന് നരച്ച മുടി വരിക. അതുപോലെ നമ്മുടെ ഈ ഫ്രണ്ടിലെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് നരച്ചു പോവുക. പിന്നെ നമ്മുടെ ഉച്ചയിൽ നമ്മുടെ വെയിൽ അധികമായിട്ട് തട്ടുന്ന ഇടങ്ങളിൽ അധികമായിട്ട് നരയ്ക്കുക. ഒരുപാട് ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ട് ഒരുപാട് പഠിക്കാനുണ്ട് കുട്ടികൾക്ക്. സ്ട്രെസ്സാണ്, വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്, സ്കൂളിൽ നിന്നുള്ള സ്ട്രെസ്, ഫുള്ള് സ്ട്രെസ്സാണ് പിള്ളേർക്ക്. അതുകൊണ്ട് തന്നെ മുടി പെട്ടെന്ന് നരച്ചു പോകും. പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ വെളിയിൽ വെയിലിൽ പോയി വർക്ക് ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മുടി പെട്ടെന്ന് കറുപ്പ് പെട്ടെന്ന് അങ്ങ് വെള്ള മുടിയായി പോകാനായിട്ടും കാരണമാണ്. പക്ഷേ ഈ ഒരു എണ്ണ നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ, ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡെയിലി കുളിക്കുമ്പോൾ ഈ ഒരു എണ്ണ തന്നെ ഒരു വർഷത്തോളം നിങ്ങൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ റിവേഴ്സ് ഗ്രേ ഹെയർ ഉണ്ടാകാനും സഹായിക്കും. റിവേഴ്സ് ഗ്രേ ഹെയർ എന്ന് ഞാൻ പറയുന്നത് കൊച്ചുകുട്ടികളിലാണ്. അതായത് വലിയ നമുക്കൊരു 35-40 വയസ്സൊക്കെ ആയതിനു ശേഷം ഉണ്ടാകുന്ന ഗ്രേ ഹെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് നാച്ചുറൽ ഗ്രേ ഹെയർ. ഞാൻ പറഞ്ഞ റിവേഴ്സ് ഗ്രേ ഹെയർ അതിന് മുമ്പുണ്ടാകുന്ന ചെറുപ്പത്തിലേ ഉണ്ടാകുന്ന നരയൊക്കെ റിവേഴ്സ് ആയിട്ട് മാറാനായിട്ട് സഹായിക്കും. പിന്നെ പെട്ടെന്ന് നരച്ച മുടി വരാതിരിക്കാനും സഹായിക്കും ഈ ഒരു എണ്ണ നമ്മൾ കൃത്യമായിട്ട് ഉണ്ടാക്കി തലയിൽ തേച്ച് ശീലിച്ചു വന്നു കഴിഞ്ഞാൽ. ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് എണ്ണകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു എണ്ണ പർട്ടിക്കുലർ ആയിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണയാണ്. ഈ ഒരു എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിനു മുമ്പ് ഇതൊരു നല്ലൊരു ലോങ് പ്രോസസ്സാണ്. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്ന അല്ല, ഒരു 5-6 ദിവസം നമ്മൾ ക്ഷമയോടെ ഇതിന്ന് ഉണ്ടാക്കി എടുക്കേണ്ട ഒരു ഓയിലാണ് ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യം എന്ന് പറയുന്നത് പീർക്കങ്കയാണ് കേട്ടോ. നല്ല ഇതുപോലുള്ള പീർക്കങ്ക നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ സൈഡിലുള്ള ഒരു മുള്ളു പോലെയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ ചെത്തിയൊന്നും കളയണ്ട. എന്നിട്ട് ആ താഴത്തെ ഉള്ള ഈ ഒരു ഭാഗം മാത്രം ചെത്തി കളഞ്ഞിട്ട് ഈ കൂർത്തിരിക്കുന്നൊരു സൈഡിൽ ഇങ്ങനെ കൂർത്തിരിക്കത്തില്ലേ, അതും ഒന്ന് വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയായിട്ട് എടുക്കണം കേട്ടോ. അതിനിടയ്ക്കൊക്കെ അഴുക്കിരിപ്പോട്ടെങ്കിൽ ആ കൂർത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിക്കണം. അപ്പോഴാണ് ഉണങ്ങാനായിട്ട് നല്ല എളുപ്പം. നല്ല പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടും നമുക്ക്. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളിത് ഉണക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ പ്രത്യേകം വേണം കഴുകി ആ ഒരു എന്താ പറയുന്നത്, കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും കഴുകരുത്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് വേണം കഴുകാൻ. കട്ട് ചെയ്തതിന് ശേഷം കഴുകി കഴിഞ്ഞാൽ അതിനകത്തുള്ള ഗുണങ്ങളെല്ലാം പോകും. ഇപ്പോൾ അത് നല്ലപോലെ ഇതുപോലെ ചെറിയ ചെറിയ പീസസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തിട്ട് എല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഫുൾ അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാമേ. ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം വെയിൽ വെക്കരുത്, തണലത്ത് ഇതുപോലെ നിഴലത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉണക്കിയെടുക്കാനായിട്ട്. 5 ദിവസം നമ്മൾ ഇതുപോലെ വെച്ച് ഉണക്കി എടുക്കേണ്ടതാണ്. 5 ദിവസം കേട്ടോ. ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം. എപ്പോഴും നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് വെക്കാനായിട്ട് ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ നല്ലത്. അപ്പോൾ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനകത്ത് ഒട്ടും എണ്ണമയം ഇല്ല, വെള്ളമയം ഒന്നുമില്ല എന്നുള്ളത് വെയിലിൽ വെച്ച് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന എണ്ണ കുറേ നാൾ നിൽക്കാനായിട്ട് സഹായിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. നല്ല എന്ത് പറയുന്നത് ശുദ്ധമായ കോക്കനട്ട് ഓയിൽ, ആട്ടിയ കോക്കനട്ട് ഓയിൽ. ഇത് നമ്മൾ എന്ത് പറയുന്നത് പ്യുവർ കോക്കനട്ട് ഓയിൽ എന്ന് പറയത്തില്ല, അങ്ങനത്തെ ആട്ടിയ കോക്കനട്ട് ഓയിൽ വേണം എടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ ഈ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലൊന്നും നിങ്ങൾ എടുക്കാൻ പാടില്ല. ഇത് നമ്മൾ ഓർഗാനിക് ഷോപ്പിൽ നിന്ന് വാങ്ങിയ ആട്ടിയ എണ്ണയാണ്. ഇപ്പം നമ്മുടെ ആ ഒരു കായ് നല്ല പോലെ ഉണങ്ങി ഇതേപോലെ ആയിട്ടുണ്ട്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല പോലെ ഉണങ്ങിയിരിക്കണം. ഉണങ്ങിയില്ലെങ്കിൽ നമ്മുടെ എണ്ണ അങ്ങ് കെട്ടുപോകും കേട്ടോ. നല്ല രീതിയിൽ ഉണങ്ങിയിരിക്കണം. എന്നിട്ട് നമുക്ക് ഞാനൊരു 5 ദിവസം വെയിലിൽ വെച്ചിട്ടാണ് ഇതേപോലെ നല്ല പോലെ ഉണങ്ങിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബോട്ടിലോട്ട് എണ്ണ ഒഴിക്കാം. നിങ്ങൾ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട. നിങ്ങളുടെ ആവശ്യത്തിന് കുറച്ച്, നമ്മൾ എപ്പോഴും പറയാറില്ല എണ്ണ എപ്പോഴും ആവശ്യത്തിന് ഉണ്ടാക്കുക. ഇത്ര എണ്ണ മതി കണ്ടോ, ഇത്ര എണ്ണ മതി. ഈ എണ്ണയ്ക്കകത്ത് നമുക്ക് ഇത് ഇട്ട് വയ്ക്കാം. ഇത് ഫുള്ളായിട്ട് ഇതിൽ ഇട്ട് വെച്ചേക്കാം. വീണ്ടും നമ്മളൊരു 5 ദിവസം ഇത് ഉണക്കിയതാണ്. ഇനി നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ഇടുന്ന സമയത്ത് നല്ലപോലെ ഉണങ്ങിയതായിരിക്കണം, അല്ലെങ്കിൽ എണ്ണ കെട്ടുപോകും. നല്ലപോലെ നമ്മൾ ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. ഓക്കെ, നമ്മളിത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്.
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് എണ്ണ കുറച്ചും കൂടെ വേണമെങ്കിൽ ഒഴിക്കാം. ഓക്കെ, ഇതാ ഈ ഒരു അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒരു എയർ ടൈറ്റ്, ഇങ്ങനത്തെ ബോട്ടിലാകുമ്പോൾ നല്ലപോലെ എയർ ടൈറ്റ് ആയിരിക്കും. എയർ ടൈറ്റായിട്ട് നല്ലപോലെ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് വെയിലിൽ വെക്കാം. ഞാനിപ്പോൾ ഇത് ഞാൻ വെയിലിലാണ് വെക്കാൻ പോകുന്നത്. കണ്ടോ, നല്ല ചുട്ട വെയിലാണ് അടിക്കുന്നത്. കണ്ടോ വെയിൽ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെക്കും. ഈ വെയിലിൽ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ടെറസിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതെനിക്കൊരിതില്ല. ഇവിടെ തന്നെ നല്ല വെയിലാണ്. കണ്ടോ നിങ്ങൾ വെയിലടിക്കുന്ന വെയിൽ കണ്ടോ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ നമ്മൾ 2 ദിവസം ഇതുപോലെ വെയിലിൽ വെക്കണം. ഫസ്റ്റ് ഒരു ദിവസം, അടുത്ത 2 ദിവസം, ഇതുപോലെ 2 ദിവസം ഇത് വെയിലിൽ വയ്ക്കുക. വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് അകത്ത് വയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇതുണ്ടാക്കാം. ഇപ്പോൾ ഞാനിത് 2 ദിവസം നല്ലപോലെ വെയിലിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. കണ്ടോ, അതിങ്ങനെ വെള്ളത്തിൽ നല്ലപോലെ ഊറിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്കൊരു 5 ചെമ്പരത്തിപ്പൂവും കൂടെ വേണം കേട്ടോ. നമ്മുടെ 5 ഇതിലുള്ള ചെമ്പരത്തിപ്പൂ ഉണ്ടല്ലോ, ഇതാണ് ഏറ്റവും നല്ല ചെമ്പരത്തിപ്പൂവ്. ഒരു 5 ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവയും കൂടെ വേണം. അതെങ്ങനെ ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇത് നമുക്ക് ചൂടാക്കി എടുക്കണം. ഞാനിത് എന്താ പറ്റിയെന്ന് അറിയാം, ഞാനിങ്ങനെ വെയിലത്ത് വെച്ചിരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ അങ്ങ് പൊട്ടിപ്പോയി. വെയിൽ കൊണ്ട് പൊട്ടിയതാണോ എങ്ങനെ പൊട്ടിയെന്ന് അറിയാൻ വയ്യ കേട്ടോ. അതിൻ്റെ മേളിൽ ഭാഗത്തുനിന്ന് അങ്ങ് പൊട്ടിപ്പോയി. ഓക്കെ, നമുക്ക് ശരിയാക്കാതെ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ച് ചൂടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മളിത് ഇതുപോലെ നല്ല ഒരു ഇരുമ്പ് ചട്ടി വേണം എപ്പോഴും എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാനായിട്ട്. പ്രത്യേകിച്ച് നമ്മൾ മുടി കറുക്കാനൊക്കെ ആയിട്ടുള്ള എണ്ണ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇതുപോലുള്ള ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഒരു ചൂടായി അടുപ്പിൽ എണ്ണ തീ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ തീ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് അതിലിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ചൂടാകണം മീൻസ് നല്ല ചൂടായി വരണം. ഈ ഒരു കറുപ്പ് കളറൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു ഡെഡ് ഗോൾഡ്, ഇത് മലയാളത്തിൽ എന്ത് പറയുന്നത് എനിക്കറിയാൻ വയ്യ കേട്ടോ. ഈ കളർ മാറി ചെറുതായിട്ട് ഒന്ന് കറുപ്പായിട്ട് വരണം. ആ സമയത്താണ് നമ്മൾ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് തിളയ്ക്കുന്ന ഫോമിൽ വരട്ടെ. ഇപ്പോഴേ ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കരുത്. ഇതൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ട് നമുക്ക് ചെമ്പരത്തിപ്പൂ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ കണ്ടോ, നമ്മൾ 2 ദിവസം ഇട്ട് വെച്ചപ്പോൾ തന്നെ ആ വെള്ളത്തിൻ്റെ എണ്ണയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാകുന്ന സമയത്ത് കളർ നല്ല പോലെ മാറും. ഇപ്പോൾ കണ്ടോ, ഒരു 3 മിനിറ്റ് ആയതേ ഉള്ളൂ കേട്ടോ. 3 മിനിറ്റ് ആയപ്പോൾ തന്നെ അത് ചെറുതായിട്ട് അതിൻ്റെ കളറൊക്കെ മാറി ഇതേ ഒന്ന് കറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതെല്ലായിട്ടൊന്നും ഇട്ട് കൊടുക്കണ്ട. അതിന് മുകളിലുള്ള ആ ഒരു പൂമ്പൊടി മാത്രം ഒന്ന് മാറ്റിയെടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. തെറിക്കാതെ നോക്കണേ, പുക വരും അതിനകത്തുനിന്ന്. തീ എപ്പോഴും കുറച്ച് വേണം വെച്ചേക്കാനായിട്ട്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഇതിന് ഒരുപാട് നമുക്ക് തിളപ്പിക്കേണ്ട കാര്യവുമില്ല. കണ്ടോ, ഇപ്പം കണ്ടോ ആ ഒരു പതയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്, അധികം പതയൊന്നും ഇല്ലല്ലേ. ഈ ഒരു സമയമാകുമ്പോൾ ഒന്ന് തിളച്ചാകുമ്പോൾ ഒരു കരിന്ന് പറയുന്ന ആ ഒരു കറുപ്പ് കളർ വരുന്നത് വരെ ചൂടായാൽ മതി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവ. 1 സ്പൂൺ ഉലുവ എടുക്കുക. നല്ല ഒരു വലിയ ടേബിൾ സ്പൂൺ ഉലുവ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ഇട്ട് കൊടുക്കാം. നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അത് നല്ല പോലെ പൊട്ടി തുടങ്ങുമ്പം തന്നെ നമുക്കതങ്ങ് ഓഫ് ചെയ്യാം. ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടില്ല. നമ്മൾ ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അത് പൊട്ടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം. നല്ല പോലെ ഒന്ന് ഇതാകട്ടെ. പത ഒട്ടുമില്ല, കാരണം ഒരു 2-3 നിമിഷം കൊണ്ട് തന്നെ അതിൻ്റെ പത അങ്ങ് പോയി. അതിൻ്റെ കളറും ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഈ ഒരു കളർ മതി. അതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്ത് നമ്മുടെ ഉലുവ കണ്ടോ, ഉലുവ കറുപ്പ് കളറാകാൻ പാടില്ല. ആ ഒരു പച്ച കളറിൽ, ആ ഒരു നോർമൽ കളറിൽ തന്നെ കിടക്കണം. ദേ ഇപ്പോൾ പൊട്ടി തുടങ്ങുന്നുണ്ട്. അത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്തേക്കണം. ഒരുപാട് ഇട്ടങ്ങ് പൊട്ടണ്ട. പൊട്ടി തുടങ്ങുന്ന സമയത്ത് തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ഫുള്ളായിട്ട് അടച്ചു വെച്ചേക്കണം. ഇത് ഒരു രാത്രി ഫുള്ള് ഇതുപോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചേക്കണം. അടച്ചു വെച്ചിട്ട് അടുത്ത ദിവസം വേണം നമ്മളിത് കുപ്പിയിലേക്ക് അരിച്ച് മാറ്റാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. കുറച്ച് ദിവസം, ഒരു 5-6 ദിവസം ക്ഷമയോടെ, ഒരാഴ്ചയെങ്കിലും ക്ഷമയോടെ ഉണ്ടാക്കിയെടുക്കണം. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ഒരു പീർക്കങ്ക വെയിലിൽ വെച്ച് ഉണക്കരുത്. അത് കുറച്ച് തണലിൽ എവിടെയെങ്കിലും വെച്ച് വേണം ഉണക്കാനായിട്ട്. വെയിലിൽ വെച്ച് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും തണലിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലപോലെ അത് ഉണക്കിയെടുക്കണം കേട്ടോ. ഉണക്കിയെടുത്തിട്ട് ഇതുപോലെ എണ്ണയിൽ ഇട്ട് വെക്കുക. ഇത് വേറെ
എണ്ണകളിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുക. പിന്നെ ഒരുപാട് മുടി കൊഴിച്ചിലുള്ളവർക്കും ഈ ഒരു എണ്ണ നല്ല രീതിയിൽ ഉപയോഗപ്പെടുന്നതാണ്. കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തലയിൽ നല്ല പോലെ തലയോട്ടിലൊക്കെ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ചൂട് സമയമൊക്കെ അല്ലേ, അപ്പം നമ്മൾ ഡെയിലി കുളിക്കേണ്ട കാര്യമുണ്ട്. കാരണം തലയൊക്കെ ഭയങ്കരമായിട്ട് വിയർത്തിട്ട് നമുക്ക് ഇച്ചിങ് പോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഡെയിലി കുളിക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഡെയിലി കുളിക്കുമ്പോൾ ഒരിക്കലും ഷാമ്പു അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ചും ഇതുപോലുള്ള നല്ല ആയുർവേദിക് ഹെയർ ഓയിൽസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തലയിൽ ഒരുപാട് ഷാമ്പൂസ് അപ്ലൈ ചെയ്യരുത്. മുടിയുടെ ആ ഒരു നാച്ചുറൽ തിളക്കം നഷ്ടപ്പെടും. മുടിയുടെ ആ ഒരു നാച്ചുറൽ ലുക്കൊക്കെ അങ്ങ് നഷ്ടപ്പെട്ട് ഒരുമാതിരി ചകിരി പോലെ ആയിപ്പോകും. നമ്മൾ ഡെയിലി ഈ ഒരു ഷാമ്പൂസ് ഒക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ആയിട്ട് പ്രകൃതിദത്തമായിട്ടുള്ള പയറുപൊടി, കടലമാവ്, ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള സംഗതികൾ വെച്ചിട്ട് നമുക്ക് തല വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഇല്ലെങ്കിൽ റീത്തക്കായൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, നമ്മുടെ ശീക്കക്കായ് പൊടി, റീത്തക്ക, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ഷാമ്പു പോലെ ആക്കി നമുക്ക് തല കഴുകാം. ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യാം കേട്ടോ. ഒരുപാട് വീഡിയോസ് ഉണ്ട്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാം. ഇതൊക്കെ നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കി തലയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച്, ഇതുപോലുള്ള പൊടികൾ തേക്കുന്ന സമയത്ത് തലയിൽ ഒരു 5 മിനിറ്റ് തേച്ച് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം വേണം കഴുകിക്കളയാം. തേച്ച് ഉടനെ കഴുകിക്കളഞ്ഞാൽ ആ എണ്ണമഴ പൂർണ്ണമായിട്ട് പോകത്തില്ല. അതുപോലെ തന്നെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ താളി പോലെ തലയിൽ തേച്ച് കഴുകുക. കൃത്യമായിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു എണ്ണ ഒരു 5-6 മാസമെങ്കിലും ഇതേപോലെ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യം നല്ലപോലെ തലയോട്ടിൽ മസാജ് ചെയ്യുക. നല്ല താളി ഷാമ്പു വെച്ചൊക്കെ തലമുടി നല്ല വൃത്തിയായിട്ട് കഴുകുക. രാവിലെയും രാത്രിയും നല്ലപോലെ മുടി മസാജ് ചെയ്ത് വാരി കെട്ടിവെക്കുക. ഇങ്ങനെയുള്ള ശീലങ്ങൾ കൃത്യമായിട്ട് ശീലിക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല മാറ്റം ഉണ്ടാകും. ഇല്ലാണ്ട് ഒരു ദിവസം 2 ദിവസം ചേച്ചത് കൊണ്ട് ഒരിക്കലും നല്ല റിസൾട്ട് കിട്ടില്ല. കൃത്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി തേക്കണം കേട്ടോ. അപ്പോൾ ഇത് വളരെ ഗുണമുള്ളൊരു എണ്ണയാണ്. തീർച്ചയായിട്ടും എല്ലാവരും എവിടുന്നെങ്കിലും ഈ ഒരു കായ് സംഘടിപ്പിച്ച് എണ്ണ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലും മറക്കാതെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. ലൈക്ക് ചെയ്യാൻ ഒരു മടിയും വേണ്ട, ധാരാളം എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. നാളെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.